ഇതിൽ പത്രം വായിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ടച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് വല്ലാത്തൊരു ഫീൽ ചെയ്ത 1-2 കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഒരു ടീച്ചർ. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഗവൺമെൻറ് ടീച്ചർ ആകുമ്പോഴത്തേക്കും ഇത്ര വയസ്സ് വരെയാണ് അവരുടെ കാലാവധി അല്ലേ പഠിപ്പിക്കാനുള്ള. അപ്പം അവരത് കഴിയുമ്പോൾ റിട്ടയറാകും. അങ്ങനെ റിട്ടയർമെൻറ്റിൽ നിൽക്കുന്ന ഒരു ടീച്ചർ അപ്പോൾ അവസാന ദിവസം ടീച്ചർ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലഹരിക്കെതിരെയുള്ള സന്ദേശമാണ്. അപ്പം കുട്ടികൾ ടീച്ചറിന് സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ടീച്ചർ ആവശ്യപ്പെടുന്നത് എന്നറിയോ? തൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രതിജ്ഞ എടുക്കണം. ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്ന ഒരു പ്രതിജ്ഞ എടുക്കണം എന്നായിരുന്നു ടീച്ചറിൻ്റെ ആഗ്രഹം. ആ ഒരു സമ്മാനമായിരുന്നു ടീച്ചർ പ്രതീക്ഷിച്ചത്. അപ്പോൾ അതിന് ഫോട്ടോ സഹിതം പത്രത്തിലുണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിച്ചതെന്താ, അപ്പം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നി. ഒരുപക്ഷെ എനിക്കും അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. പക്ഷേ ഞാനങ്ങനെ ചില കാര്യങ്ങൾ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ചെയ്യരുത്, സത്യം ചെയ്യുന്നൊക്കെ പറയും, ചെയ്യും. പക്ഷേ നമുക്കതിനെ പൂർണ്ണമായിട്ടും പിന്നീട് എനിക്ക് തോന്നിയിട്ട് കുട്ടികളാണ് അവരത് അതെന്താണ് നമ്മൾക്ക് ചെയ്തു തന്നതെന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ അറിവില്ലാണ്ടായിപ്പോവും. അത് ഉൾക്കൊള്ളാൻ അവരുടെ മനസ്സ് പ്രാപ്തരാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അത് സൗകര്യപൂർവ്വം മറക്കും. ചിലരെന്ത് ചെയ്യും? അത് ഓർത്ത് വെച്ചിരിക്കും, ഞാൻ അങ്ങനെ ഒരു സത്യം ചെയ്തതാണെന്ന്. ഇപ്പം 100 കുട്ടികളെ കൊണ്ടാണ് ടീച്ചർ അത് അങ്ങനൊരു പ്രതിജ്ഞ എടുത്ത് അല്ലെങ്കിൽ സത്യം ചെയ്യിപ്പിച്ചതെങ്കിൽ 50 കുട്ടികളെങ്കിലും അത് പാലിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. ആ ടീച്ചർ സമൂഹത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണത്, അല്ലേ? എനിക്ക് സത്യം അത് ഒരുപാട് നല്ലൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം. കുട്ടികൾക്കും അങ്ങനെ സത്യം ചെയ്താൽ അതിൽ നിന്ന് പിന്മാറിയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നും കൂടി അവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. അതായത് നിങ്ങൾ ചെയ്തൊരു വലിയ കാര്യമാണ്. അപ്പം നിങ്ങളത് ടീച്ചറിന് സത്യം ചെയ്തെങ്കിൽ ആ ഒരു സത്യത്തിൽ നിന്നൊരിക്കലും പിന്മാറരുത് എന്ന് കുട്ടികളുടെ മനസ്സിലേക്ക് നന്നായിട്ട് അത് ശ്രദ്ധ കൊടുക്കുക മനസ്സിന്. അത് എപ്പോഴും ഓർത്തോണം, നിങ്ങളൊരിക്കലും ഇത് തെറ്റിക്കരുത് എന്ന് അവരുടെ മനസ്സിനെ കുറച്ചുകൂടി ദൃഢപ്പെടുത്തിയെടുക്കാൻ മറ്റുള്ളവരെ ശ്രദ്ധിക്കും. ഇപ്പോൾ ഇത് കാണുമ്പോൾ രക്ഷിതാക്കളെല്ലാവരും അറിഞ്ഞു കാണും, വീട്ടിൽ ചെന്ന് കുട്ടികൾ പറഞ്ഞിട്ടും ഉണ്ടാകും. അപ്പം തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അതിനെ തീർച്ചയായിട്ടും ടീച്ചർ അങ്ങനെ ചെയ്യിപ്പിച്ച വലിയ നല്ല ഒരു കാര്യമാണ്. അപ്പം നിങ്ങളൊരിക്കലും അതിനെ ആ സത്യത്തെ അസത്യമാക്കി മാറ്റാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്ന് പറയും. അപ്പോൾ ഒരുപക്ഷെ വീട്ടിലുള്ളവരെ കൊണ്ട് ഇപ്പോൾ അമ്മ പറയാം എൻ്റെ തലേ തൊട്ട് സത്യം ചെയ്ത് കുട്ടികളെ ചിലപ്പോൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അവരറിയാതൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, നമുക്കറിയില്ല. എങ്കിലും ഒരു ടീച്ചറിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ആ ടീച്ചർ ചെയ്തത്. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ അറിയില്ല, ആ ടീച്ചറിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, എങ്കിലും അത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അത് കുട്ടികളെല്ലാം ആ സത്യം പാലിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ.